സ്വന്തം കുഞ്ഞിനെ എങ്ങനെയാണ് ഒരമ്മയ്ക്ക് കൊല്ലാനാവുക? ഈ ഒരു ചോദ്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം. സ്വന്തം കുഞ്ഞിനെ കൊല്ലുക മാത്രമല്ല, അതിക്രൂരമായി അതിനെ പീഡിപ്പിക്കുക എന്നതിനെ അതിനെ പറയാം. ഗോവയിൽ വെച്ചാണ് ഇത് സംഭവം നടന്നത്. മകനെ കൊലപ്പെടുത്തി ബാഗിലാക്കി. ഈ യുവതിയുടെ ഭർത്താവ് മലയാളിയും. വിവാഹമോചനം അന്തിമഘട്ടത്തിൽ നടക്കുകയാണ്. എന്നിട്ടാണ് ആ 4 വയസ്സുകാരനെ കൊന്നത്. പിന്നിൽ നിരാശയാണോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. ഇന്തോനേഷ്യയിലായിരുന്ന ഭർത്താവിനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് അന്വേഷണം തുടർന്നു. ഗോവയിൽ വെച്ച് മകനെ കൊലപ്പെടുത്തി മൃതദേഹം ബാഗിലാക്കി ബാംഗ്ലൂരിലേക്കുള്ള യാത്രക്കിടെ അറസ്റ്റിലായ വനിത CEO ഭർത്താവുമായി പിരിഞ്ഞു താമസിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ബാംഗ്ലൂരു ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മൈൻഡ്ഫുൾ AI ലാബ് എന്ന സ്റ്റാർട്ടപ്പിൻ്റെ CEOയും സഹസ്ഥാപകയുമായാണ് സൂചന വരുന്നത്. സേതി എന്നാണ് പേര്. 4 വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടില്ലാത്തതിനാൽ കൊലപാതകത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താനായിട്ടില്ല എന്ന് പോലീസ് പറഞ്ഞു. ബാംഗ്ലൂരിൽ താമസിക്കുന്ന യുവതി പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്. കേസ് അന്വേഷണം സംഘം ഇപ്പോൾ കർണാടകയിൽ ചിത്രദുർഗ ജില്ലയിൽ ആണ് ഉള്ളതെന്ന് പോലീസ് സൂപ്രണ്ട് നിതിൻ വത്സൻ പറഞ്ഞു. വൈകിട്ടത്തോടെ പ്രതിയെ ഗോവയിലെത്തിക്കുമെന്നും പ്രതിക്കെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തതായും SP അറിയിച്ചു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് മാത്രമേ കൊലപാതകത്തിന്റെ കാരണം വിശദമായി അറിയാൻ പാടുകയുള്ളൂ. കൊല ചെയ്ത ശേഷം കുട്ടിയുടെ മൃതദേഹം ബാഗിൽ കുത്തി നിറയ്ക്കുകയായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമായി അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് SP പറഞ്ഞത്. അതുവരെ തന്നെ ഈ കേസ് ഇങ്ങനെ കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് അറിയപ്പെടാൻ പോകുന്നത്. ഗോവയിലെ ആഡംബര അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. വിവാഹമോചന നടപടികൾ അവസാന ഘട്ടത്തിലിരിക്കവെയാണ് യുവതി മകനെ കൊലപ്പെടുത്തിയത്. വൃത്തങ്ങൾ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട അടുത്തിടെ സൂചനയ്ക്ക് പ്രതികൂലമായി ചില കോടതി വിധികളുണ്ടായി. ഇതേ തുടർന്ന് യുവതി കടുത്ത നിരാശയിലായിരുന്നു. ഇതെല്ലാമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക സൂചനയിൽ പറയുന്നത്. സൂചനയുടെ ഭർത്താവ് വെങ്കിട്ടരാമൻ മലയാളിയാണെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇദ്ദേഹം ബിസിനസ്സുകാരനാണെന്നും AI ഡെവലപ്പറായി ജോലി ചെയ്യുകയാണെന്നും ചില റിപ്പോർട്ടുകളിൽ തന്നെ പറയുന്നുണ്ട്. ഇന്തോനേഷ്യയിലായിരുന്ന ഭർത്താവിനെ പോലീസ് നാട്ടിലേക്ക് വിളിച്ചു വരുത്തി. മകനെ ആഴ്ചയിലൊരിക്കൽ കാണാൻ കോടതി സൂചനയുടെ ഭർത്താവിനെ അനുവദിച്ചിരുന്നു. ഇതിൽ സൂചനയ്ക്ക് തന്നെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഗോവയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് മകനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ബാഗിൽ ബാംഗ്ലൂരിലേക്ക് കടക്കുന്നതിനിടയിലാണ് യുവതി പോലീസ് തന്ത്രപൂർവ്വം കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് യുവതി സഞ്ചരിച്ച ടാക്സി കാറിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹവും കണ്ടെടുത്തു. വിവാഹമോചനവും ഭർത്താവുമായി വേർപിരിയുന്നതുമാണ് അതിദാരുണമായ കൊലപാതകത്തിന് യുവതിയെ പ്രേരിപ്പിച്ചതെന്ന് പ്രാഥമിക നിഗമനത്തിൽ പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.